സദസ്സിന് വന്ദനം. എൻ്റെ പേര് സേറ ഫാത്തിമ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുറുക്കനും കൊക്കും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു. ആ കാട്ടിൽ തന്നെ ഒരു കുളത്തിൽ ഒരു കൊക്കും ഉണ്ടായിരുന്നു. അവർ കൂട്ടുകാരായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനോട് പറഞ്ഞു, മിത്രമേ, നീ നാളെ എൻ്റെ വീട്ടിൽ വിരുന്നിന് വരണം. കൊക്ക് വളരെ സന്തോഷത്തോടെ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കൊക്ക് കുറുക്കന്റെ ഗുഹയിലെത്തി. നല്ല അടിപൊളി മണമുണ്ടായിരുന്ന പായസം കുറുക്കൻ ഒരു പരന്ന പാത്രത്തിൽ കൊക്കിന് കൊണ്ടുവന്ന് വച്ചു. ആ പായസം കണ്ട്, ഈ പരന്ന പാത്രത്തിലുള്ള പായസം കണ്ട് ഇത് എങ്ങനെ കുടിക്കുമെന്ന് കൊക്ക് ഓർത്തു. ആ പാത്രത്തിലുണ്ടായിരുന്ന പായസം ഒരുപാട് നേരം കൊത്തിക്കൊണ്ടിരുന്നു. തന്റെ നീളമുള്ള കൊക്ക് കാരണം പായസം കുടിക്കാൻ പറ്റിയില്ല. കുറുക്കൻ പറഞ്ഞു, അയ്യോ പാവം, നിനക്ക് ഈ പായസം കുടിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ കുടിക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞ് ആ പരന്ന പാത്രത്തിൽ ഉണ്ടായിരുന്ന പായസം മുഴുവനും കുറുക്കൻ കുടിച്ചു. കൊക്ക് വളരെ വിഷമത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിഞ്ഞുപോയി. കുറെ കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കൊക്ക് കുറുക്കനോട് പറഞ്ഞു, വിക്രമ, നീ നാളെ എൻ്റെ വീട്ടിൽ വിരുന്നിന് വരണം. കുറുക്കൻ വളരെ സന്തോഷത്തോടെ കൊക്കിന്റെ വീട്ടിലെത്തി. കൊക്ക് കുറുക്കനെ അവിടെ ഇരുത്തി നല്ല മണമുള്ള മീൻകറി ഒരു വലിയ കുടത്തിൽ കൊക്ക് കുറുക്കന് കൊണ്ടുവന്ന് വച്ചു. ആ മീൻകറിയുടെ മണം കേട്ട് കുറുക്കന് കൊതിയായി. കുറുക്കൻ പലതവണ ആ കുടത്തിലുണ്ടായിരുന്ന മീൻകറി കുടിക്കാൻ ശ്രമിച്ചിട്ടും കുറുക്കന് കുടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ കൊക്ക് പറഞ്ഞു, എന്റെ പ്രിയ കൂട്ടുകാരാ, നിനക്ക് ഈ മീൻകറി കഴിക്കാൻ സാധിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നത് കണ്ടു എന്നും പറഞ്ഞ് ആ കുടത്തിലുണ്ടായിരുന്ന മീൻകറി മുഴുവനും കൊക്ക് ആസ്വദിച്ച് കഴിച്ചു. കുറുക്കന് വല്ലാതെ ദേഷ്യം വന്നു. കുറുക്കൻ പറഞ്ഞു, മിത്രമേ, ഇത് ചതിയാണ്. ഞാൻ വല്ലാതെ വിശപ്പോടെയാണ് വന്നത്. എന്റെ മുമ്പിൽ ഇത്ര വലിയ കുടം വച്ചാൽ ഞാൻ എങ്ങനെയാണ് കഴിക്കുക? കൊക്ക് മറുപടി പറഞ്ഞു. എന്റെ പ്രിയ കൂട്ടുകാരാ, നീയാണ് എന്നെ ഈ വിദ്യകളൊക്കെ പഠിപ്പിച്ചത്. ഒരു ദിവസം നീ എന്നെ നിന്റെ വീട്ടിൽ വിരുന്നിന് വിളിച്ച് അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ? കുറുക്കൻ വളരെ വിഷമത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. കുറുക്കന് നല്ലൊരു പാഠമാണ് പഠിപ്പിച്ചത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കുറുക്കന്റെയും കൊക്കിന്റെയും കഥ ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെ, ഈ കഥയുടെ സാരം എന്താണ്? താൻ ഒരാളെ അപമാനിച്ചാൽ തന്നെയും ഒരു നാൾ ഒരാൾ അപമാനിക്കും. നന്ദി.